ലോകത്ത് ലൈസൻസ് ആവശ്യമുള്ള ഒരു വിനോദ മാർഗമാണ് ഹാം റേഡിയോ. വർഷങ്ങളായി ഹാം റേഡിയോ സേവനത്തിലൂടെ രാജ്യങ്ങളുടെ അതിർവരമ്പ് ഭേദിച്ച് സഞ്ചരിക്കുകയാണ് കോഴിക്കോട് കണ്ണഞ്ചേരി സ്വദേശിയായ സനിൽദീപ്. കുട്ടിക്കാലത്ത് എല്ലാവരും റേഡിയോ കേൾക്കുമ്പോൾ റേഡിയോയുടെ നോബ് തിരിച്ച് പുതിയ റേഡിയോ സ്റ്റേഷനുകൾ തിരഞ്ഞുപിടിക്കാനുള്ള സഞ്ചാരത്തിലായിരുന്നു സനിൽദീപ്. വളർന്നപ്പോൾ അത് എത്തിനിന്നതാകട്ടെ ഹാം റേഡിയോ എന്ന അന്താരാഷ്ട്ര ആശയവിനിമയ ശൃംഖലയ്ക്കൊപ്പം കണ്ണിച്ചേരാനുള്ള സൗഭാഗ്യവും. നല്ല ഓഡിയോ ആണ്. ഞാൻ വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ് വരുന്നത്. എന്റെ പേര് ജോയ് ജൂലിയറ്റ് ഓസ്കാർ യാങ്കി. ഇതൊരു ഹോബിയാണ്, ലോകത്തിലെ നമ്പർ 1 ഹോബി എന്നൊക്കെ പറയാം. റിട്ടയർഡ് ബാങ്ക് മാനേജറായ സനിൽദീപിന്റെ വീട്ടിൽ രാപ്പകലില്ലാതെ റേഡിയോ തരംഗങ്ങളുടെ സഞ്ചാരമുണ്ട്. രാജ്യാതിർത്തികൾക്കപ്പുറം നൂറുകണക്കിന് റേഡിയോ സ്റ്റേഷനുകളുടെ വാതിലുകൾ ഇദ്ദേഹത്തിന് മുന്നിൽ തുറന്നിട്ടിരിക്കുകയാണ്. ഹാം റേഡിയോ ഓപ്പറേറ്ററും അമച്വർ റേഡിയോ സൊസൈറ്റിയുടെ വയർലെസ് മോണിറ്റർ കോഓർഡിനേറ്ററുമായ സനിൽദീപിന് ഹാം റേഡിയോ രംഗത്ത് 35 വർഷത്തിലേറെ പരിചയമുണ്ട്. ഹാം റേഡിയോ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കേൾക്കുക മാത്രമല്ല, അങ്ങോട്ട് സംസാരിക്കാം. ഇപ്പോൾ റേഡിയോ സ്റ്റേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ, പക്ഷേ ഇതിൽ അങ്ങോട്ട് സംസാരിക്കാം. അതായത് സന്ദേശം, വിദ്യാഭ്യാസം, പഠനം എന്നീ കാര്യങ്ങൾ ഒരു നിശ്ചിത ആവൃത്തിയിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനൊരു ഉപാധിയാണിത് ഹാം റേഡിയോ. ഇതെനിക്ക് തോന്നുന്നു ആദ്യത്തെ സോഷ്യൽ മീഡിയയാണ് ഹാം റേഡിയോ. ഇതിൽ നമുക്ക് തേർഡ് പാർട്ടി മെസ്സേജ് ഒന്നും പാടില്ല. ഈ കാര്യമായിട്ട് അത് ടെക്നിക്കൽ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, വെതർ കണ്ടീഷൻ, പിന്നെ അതുപോലെ തന്നെ ഈ പ്രകൃതി ദുരന്ത സമയത്ത് വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, അതുപോലത്തെ സുനാമിക്ക് വരുന്ന സമയത്ത് എല്ലാ കമ്മ്യൂണിക്കേഷനും നശിച്ചു പോകും. ആ സമയത്ത് ഹാം റേഡിയോയാണ് ഉപയോഗിക്കുന്നത്. കേവലം വിനോദോപാധിയായി മാത്രം ഹാം റേഡിയോവിനെ കാണരുത്. പ്രകൃതി ദുരന്തം ഉൾപ്പെടെ അടിയന്തര ഘട്ടത്തിൽ മറ്റു വാർത്താവിനിമയം താറുമാറാകുമ്പോൾ ഹാം റേഡിയോവിനെയാണ് ആശയവിനിമയത്തിന് ആശ്രയിക്കാറുള്ളത്. നേപ്പാളിൽ ഭൂകമ്പ സമയത്ത് കുടുങ്ങിയ ഇന്ത്യക്കാരെ പറ്റിയുള്ള അന്വേഷണത്തിന് സനിലും സുഹൃത്തുക്കളും ഹാം റേഡിയോ വഴി നടത്തിയ ഓപ്പറേഷൻ രാജ്യശ്രദ്ധ നേടിയിട്ടുണ്ട്. മേഖലയിൽ നിരവധി പുരസ്കാരവും ഇദ്ദേഹം നേടി. സനിലിന്റെ മകൻ LLB വിദ്യാർത്ഥിയായ ഷാരൂൺ നസ്ദീബും ഹാം റേഡിയോവിൽ തന്റേതായ ലോകം കെട്ടിപ്പടുത്തിട്ടുണ്ട്. മൊബൈൽ ഫോണും ഇന്റർനെറ്റും എന്നും വേണ്ട എല്ലാ ആശയവിനിമയ ഉപാധികളും അടഞ്ഞു പോയാൽ പോലും നമ്മുടെ മുന്നിൽ എപ്പോഴും ഹാം റേഡിയോയുടെ തട്ട് മുകളിൽ തന്നെയായിരിക്കും. സജി തറലിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്.